അപ്പൊ ഗൈസ് റൗണ്ട് ഓഫ് 60 അവസാനിച്ചു. ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈഡ് ആയ ടീമുകളുടെ പ്രഡിക്ഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തായാലും ആദ്യത്തെ മത്സരം ഫ്രാൻസ് മൊറോക്കോ ആയിട്ടുള്ള മത്സരത്തിൽ ക്രൂഷ്യൽ മാച്ച് ആവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും മൊറോക്കോ നല്ല ഫോമിൽ കളിക്കുന്ന ഒരു ടീമാണ്. ഫ്രാൻസ് നല്ല രീതിയിൽ ഫോമിൽ കളിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അതിലൊരു വലിയൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഫ്രാൻസ് സെമി ഫൈനൽ ക്വാളിഫൈഡ് ആവാൻ സാധ്യതയുണ്ട്. രണ്ടാമത് സ്പെയിൻ ബെൽജിയം മത്സരമാണ്. സ്പെയിൻ മത്സരത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ പോർച്ചുഗലിനെതിരെ കളിച്ച സ്പെയിന് ഇത്ര വലിയൊരു പെർഫോമൻസ് നല്ല കാഴ്ചവെച്ചത്. എന്നാലും ഇവർ നേരിടുന്ന ബെൽജിയത്തിനാണ്. ബെൽജിയം ആ ഒരു രീതിയിൽ ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് ഈ വേൾഡ് കപ്പിൽ കാഴ്ചവെച്ചത്. അപ്പോൾ സെമി ഫൈനൽ ക്വാളിഫൈ ചെയ്യാൻ തോന്നുന്നത് സ്പെയിൻ തന്നെ ആയിരിക്കും. പിന്നെ വരുന്നത് അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരമാണ്. എനിക്ക് തീർച്ചയായിട്ടും ഇതിൽ അർജന്റീന കയറാൻ സെമി ഫൈനൽ ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ഈജിപ്തുമായി മത്സരത്തിൽ ഇത്രയും ഒരു കംബാക്കും ഞാൻ ഇതുവരെ വേൾഡ് കപ്പിൽ കണ്ടില്ല. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അർജന്റീന സെമി ഫൈനലിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. സ്വിറ്റ്സർലാൻഡ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ചെയ്തിട്ടാണെങ്കിലും അവർ എത്രത്തോളം ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തത് ഇംഗ്ലണ്ട് നോർവേ മത്സരമാണ്. ഈ മത്സരം നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റും ക്വാർട്ടർ ഫൈനൽ. പക്ഷെ ഇതിൽ ആര് ക്വാളിഫൈഡ് ആവും ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഇംഗ്ലണ്ട് ക്വാളിഫൈഡ് ആവുമെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഇംഗ്ലണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ഈ വേൾഡ് കപ്പിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. ചില മുന്നേറ്റങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. നോർവേ അത്ര മോശക്കാരല്ല. ബ്രസീലിനെ തകർത്തിട്ടാണ് വരുന്നത്. പക്ഷെ ബ്രസീൽ അത്ര നല്ലൊരു ഫോമിലില്ലാത്തൊരു ടീമായതുകൊണ്ട് അവരെ തകർത്തു വന്നു എന്നല്ലാതെ ഇംഗ്ലണ്ടിനെതിരെ കളിക്കുമ്പോൾ എത്രത്തോളം ഡോമിനന്റ് ആവും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇംഗ്ലണ്ട് ആയിരിക്കും എന്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഇംഗ്ലണ്ട് സെമിയിലേക്ക് കയറുമെന്നാണ് എന്റെ ഒരു ഇത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? കമന്റ് ചെയ്യാം.